ഹലോ ഫ്രണ്ട്സ്, ഇതേ ഇന്ന് അടിപൊളിയൊരു ചിലാവ് മീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ വികലാംഗ മീനൊന്ന് വിചാരിക്കരുത് കേട്ടോ. അത് പ്ലാന് കളഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവർ തലയുടെ ഭാഗം അതും ഇതൊക്കെ കളഞ്ഞു തന്നേ. സംഭവം ഞാൻ പറഞ്ഞ തല വെച്ചിട്ട് പ്ലാന് മാത്രം കളഞ്ഞാൽ മതി എന്നാണ് കേട്ടോ. പക്ഷെ കട്ട് ചെയ്തപ്പോൾ അവർ അതൊക്കെ കൂടെ കളഞ്ഞു. അപ്പോൾ ദേ നമ്മൾ ആദ്യം തന്നെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആയുധമൊക്കെ മുറിച്ച് കൂട്ടി ദേ നമ്മുടെ മീൻ വെട്ടിയെടുക്കണം. വെട്ടിയപ്പോഴാണ് വിചാരിച്ചത് ദേ മീൻ ഫുൾ അങ്ങോട്ട് വെട്ടി മേടിച്ചാൽ മതിയായിരുന്നു. അമ്മാതിരി പാട് കേട്ടോ, മുഴുത്ത മീനല്ലേ. അപ്പോൾ അത് ഇതേപോലെ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് പോകണം. അതിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടി പോയി ഒഴിച്ചത് കേട്ടോ, അത്രയൊന്നും വേണ്ടേ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ അതിനൊന്ന് മസാജ് ചെയ്ത് ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളെ മീൻ മസാല പുരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു മീനാണ് ഈ ചിലാവ് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കറി വെക്കണതിനെക്കാട്ടുള്ള എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് പൊരിച്ച് കഴിക്കണേന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉച്ചയുള്ള നല്ല ചമ്പാവരി ചോറ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചീര തോരൻ എടുത്തിട്ടുണ്ട്, പിന്നെ അതേ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിലാവ് മീനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ചീര കുറച്ചെടുക്കണുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മീൻ കുറച്ച് പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ശ്രദ്ധിച്ചത് മീനിൻ്റെ മുള്ളിനുണ്ടല്ലോ ഒരു പച്ച കളർ. എന്താണെന്നറിയില്ല, സാധാരണ മീനിനൊന്നും പച്ച കളർ ഞാൻ കണ്ടിട്ടില്ല. ഇതെന്താണോ എന്നറിയില്ല. ഇനി ദൈവമേ വല്ല പ്രശ്നമാണോ എന്ന് ഇനി കുറച്ച് കഴിയാൻ പറയും. എന്തായാലും ഞാൻ ആവശ്യത്തിന് വാരി വലിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. മീനാണ് കൂടുതൽ കഴിക്കെടുത്തത്, ചോറൊക്കെ കുറച്ച് എടുത്തോളൂ എന്നേ. അപ്പം 5-6 പീസ് മീനൊക്കെ ഇത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള ടാറ്റ ബൈ.